ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കും. പിന്നെ എന്തായി എല്ലാവരും പഠിത്തമൊക്കെ? ഇന്ന് എനിക്ക് കുഴപ്പമില്ലാത്തൊരു മോർണിംഗ് ആയിരുന്നു. രാവിലെ എണീറ്റിട്ടുണ്ടായിരുന്നു. കറണ്ട് അഫെയർ നേരത്തെ എണീക്കാം, 4 മണിക്ക് എന്തും വയ്ക്കണം, അലാറം വയ്ക്കും, ഓഫാക്കും. സാധാ 6:30 എണീക്കും. പിന്നെ രാവിലത്തെ പണികളും കാര്യങ്ങളും രാവിലത്തെ ഉച്ചത്തെയൊക്കെ ഉണ്ടാക്കലൊക്കെ ഒരുവിധമായി. അങ്ങനെ കൂടെ കഴിഞ്ഞ് 10:30 11 മണി. ഇപ്പോൾ 11 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ പഠിക്കാതിരിക്കുകയാണ്. കറണ്ട് അഫെയർസൊക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇന്നത്തെ നോട്ട് കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു. അതൊക്കെ പെൻഡിങ് നോട്ടൊക്കെ എഴുതിയെടുത്ത് അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ നമുക്ക് പല പല ബോധങ്ങളും ചിന്തകളും ഒക്കെ ഉണ്ടാവുമല്ലേ. അപ്പം ഭയങ്കര കുറ്റബോധം ഉണ്ടാവും. ഇത്രയും കാലം ഞാൻ എന്തുകൊണ്ട് പഠിച്ചില്ല, ഇത്രയും നന്നായിട്ട് ഞാൻ എന്ത് പഠിക്കാനത്, ഇനി ഇവിടുന്നാണ്ട് സമയമുണ്ടോ, അങ്ങനെ 100,000 ചിന്തകൾ ഇങ്ങനെ കടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ പഠിത്തത്തിൻ്റെ ഇടയിൽ അതിരുന്ന് ഇങ്ങനെ ആലോചിച്ച് സമയം അവിടെ പോയിക്കൊണ്ടേയിരിക്കും. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, പഠിക്കണമെന്ന് ബോധം ഉണ്ടായിട്ട് പഠിക്കുമ്പോഴാണ് ഈ ചിന്തകളൊക്കെ. എപ്പോഴും ഉണ്ട് കേട്ടോ. ചിലപ്പോഴും മറ്റേ ടി വിയും സിനിമയും നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണുക വെച്ചാലും മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ട്. അയ്യോ സമയം വെറുതെ പോവാണല്ലോ, ഞാൻ എന്താ പഠിക്കാത്തതെന്ന്. അതാണിപ്പോൾ മനസ്സിലാകുന്നത്. നന്നായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിലും എന്താണ് പറയുക, അങ്ങോട്ട് പണ്ട് ഇനി ഒരു വീഡിയോ കേട്ടൊരു ഓർമ്മയുണ്ട്. നമ്മളെ സുജേഷ് സാറുണ്ടല്ലോ, എൻട്രിയിലെ സുജേഷ് പുറക്കാട് സാറിൻ്റെ ഒരു വീട്ടിൽ സാറ് പറഞ്ഞിരുന്നു, PSC ആത്മാർത്ഥമായി പഠിക്കുന്നവർക്ക് ഒരു ബാധ കയറാണ്ട്, PSCയുടെ ബാധ. ആ ബാധ കയറിക്കഴിഞ്ഞാൽ അവരെപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ തെളിവുകളായിട്ട് അവർ ബുക്കിൽ മിക്സറിൻ്റെയും ബിസ്ക്കറ്റിൻ്റെയും ഒക്കെ ഒരു പൊട്ടും പൊടിയും, കാരണം അതിന് കൂടി ഒരു സമയം വേസ്റ്റ് ആക്കാതെ ഇരുന്ന് എപ്പോഴും പഠിക്കുന്നു. അങ്ങനൊരു ബാധ എന്താണ് അവലേക്ക് കൊതിയാവാറ്. സത്യം പറയില്ല, അങ്ങനൊരു ബാധ കയറി എനിക്ക് കൊതി തോന്നുക. രാവിലെ 4 മണിക്ക് അലാറം വെച്ച് എണീറ്റ് പഠിക്കുന്നതും, അതിൻ്റെ ഇടയിൽ പണികൾക്കും ഉച്ചത്തെ ഫുഡിനും മാത്രം നമ്മൾ പോരുക, പിന്നെ ഇരുന്ന് പഠിക്കുക, രാത്രി ഇരുന്ന് പഠിക്കുക. അപ്പോൾ അങ്ങനെ ഫുൾ ടൈം ഇരുന്ന് സന്തോഷത്തോടെ ഇരുന്ന് പഠിക്കാൻ കൊതിയാവുന്നുണ്ട്. കുറച്ച് നേരം പഠിക്കും, 5 മിനിറ്റ് പഠിക്കും, 10 മിനിറ്റ് ബ്രേക്കോ, പിന്നെ 15 മിനിറ്റോ, പിന്നെ അതിന് പോകും, പിന്നെ ബാക്കി ഇരുന്ന് പഠിക്കും. സമയം അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ കൊല്ലങ്ങൾ പോയി അവസാനം ഇപ്പോൾ 2026 2026 4-ാം തീയതി ദിവസങ്ങളും കൊല്ലങ്ങളും പോകുന്ന ഒരു പണിയില്ലേ. ഇപ്പോൾ നമുക്ക് കമ്പനി ബോർഡിൻ്റെ ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ ഒക്കെ ടൈം ടേബിളൊക്കെ വന്നിട്ടുണ്ടല്ലോ അല്ലേ. ജൂലൈ ആഗസ്റ്റിലൊക്കെ കമ്പനി ബോർഡ് ഫിലിംസ് ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഗ്രിയുടെ ഒക്കെ. അപ്പോൾ ആ ഒരു സമയമൊന്നും വെറുതെ കളയണ്ട, ഉപദേശിക്കുന്നത് ഞാനും കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഇന്ന് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രദീപ് മുഖത്തല സാറിന്. ആ വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര മോട്ടിവേഷനായിട്ട് ആ സാറിന്. പിന്നെ വേറൊരു നോട്ടുണ്ടല്ലോ, PSC നോട്ട്സോ അങ്ങനെ എന്തോ ഒന്ന് ഒരു ചാനൽ കൂടി ഉണ്ടോ, 2 മോട്ടിവേഷൻ കേട്ടപ്പോൾ സത്യമാണല്ലേ. നമ്മൾ ഇത്രയും കാലം നമ്മൾ പഠിച്ചു, 10 കൊല്ലം +2 ഡിഗ്രി PG BEd എത്ര കാലം നമ്മൾ പഠിച്ചു. അതൊന്നും അതിനൊക്കെ സർട്ടിഫിക്കറ്റ് അല്ലേ നമുക്കൊരു കാര്യമുള്ളൂല്ലേ. അപ്പോൾ ഇനിയൊരു കൊല്ലം നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രതിഫലം എന്ന രീതിയിൽ നമുക്കൊരു ജോലിയല്ലേ ഗവൺമെൻറ്. 4 ആൾ ചോദിക്കുമ്പോൾ എനിക്ക് ജോലി ഉണ്ട് എന്ന് ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത്, അതൊക്കെ ഒരു എന്താ, ആ ഒരു നിമിഷം സ്വപ്നം കാണുന്ന ഭയങ്കര ഒരു ത്രില്ലല്ലേ. അപ്പോൾ ഇത്ര കാലം നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചാൽ ഇനി ഒരു കൊല്ലം കൂടി ഒന്ന് കഷ്ടപ്പെട്ട് പഠിച്ചാൽ എന്തുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു വർഷം കൂടി കഷ്ടപ്പെട്ടിട്ടല്ല, ഇഷ്ടപ്പെട്ട് എൻജോയ് ചെയ്ത് സ്മാർട്ട് വർക്കായിട്ട് ഞാനും പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇത്ര കാലം നമ്മൾ കൊല്ലം വെറുതെ പോയില്ല, ഈ ഒരു കൊല്ലം കൂടി നമ്മൾ പഠനത്തിനായിട്ട് മാറ്റി വയ്ക്കുക. 2027 ന്യൂ ഇയറൊക്കെ നമ്മളെ സാലറി ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നതും, ന്യൂ ഇയറും വിഷുവും ഓണവും ക്രിസ്മസും പെരുന്നാളൊക്കെ നമ്മളെ ക്യാഷ് ചെയ്ത് നമ്മൾ ആഘോഷിക്കുമ്പോൾ അതിൻ്റെ ഒരു ത്രില്ലും അതിൻ്റെ ഒരു അഭിമാനമൊക്കെ വേറെ തന്നെയല്ലേ. അപ്പോൾ എല്ലാവരും പഠിക്കുക, ഞാനും പഠിക്കുക. ടാറ്റാ ബൈ, സീ യു.